നമസ്കാരം. ജമ്മു കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഏറെ നാളായി അസുഖബാധിതനായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അന്ത്യം. 2018 ഓഗസ്റ്റ് മുതൽ 2019 ഒക്ടോബർ വരെ ജമ്മു കാശ്മീരിന്റെ അവസാന ഗവർണറായി മാലിക് സേവനമനുഷ്ഠിച്ചു. 2019 ഓഗസ്റ്റ് 5-ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും ചെയ്തത് അദ്ദേഹം ഗവർണറായിരിക്കുമ്പോഴാണ്. പിന്നീട് സത്യപാൽ മാലിക് ഗോവ ഗവർണറായി നിയമിതനാകുകയും തുടർന്ന് 2022 ഒക്ടോബർ വരെ മേഘാലയ ഗവർണറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. 1970-കളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂടെയാണ് മാലിക്കിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 1974-ൽ ഭാരതീയ ക്രാന്തിദൾ ടിക്കറ്റിൽ ബാഗ്പതിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഉത്തർപ്രദേശ് നിയമസഭയിൽ അംഗമായി. പിന്നീട് ലോക്ദളിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും 1980 മുതൽ 1989 വരെ ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭാ അംഗമായി തീരുകയും ചെയ്തു. 2004-ൽ BJP-യിൽ ചേരുന്നതിന് മുൻപ് കോൺഗ്രസ്, ജനതാദൾ എന്നിവയുൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചും കോൺഗ്രസിനെ പിന്തുണച്ചും സത്യപാൽ മാലിക് BJP-യെ വെട്ടിലാക്കിയിരുന്നു. പുൽവാമയിൽ 2019 ഫെബ്രുവരിയിൽ 40 CRPF സേനാംഗങ്ങളുടെ മരണത്തിന് കാരണമായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കെതിരെ സത്യപാൽ മാലിക് രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മാലിക്കിന്റെ വീട് CBI റെയ്ഡ് ചെയ്തിരുന്നു. മോദി സർക്കാർ CBI ഉപയോഗിച്ച് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മുൻപൊരിക്കൽ അദ്ദേഹം ആരോപിച്ചിരുന്നു.